ഓക്കെ, അടുത്ത ടോപ്പിക്ക് യൂണിഫോം കോസ്റ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് യൂണിഫോം കോസ്റ്റിംഗ്? ശരിക്കും ഇതൊരു തിയററ്റിക്കൽ കോൺസെപ്റ്റാണ്, നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ അല്ല. ഓക്കെ, അപ്പോൾ ഇതൊരു സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ സിമിലർ ഇൻഡസ്ട്രീസ് ഉണ്ടാവാം, സെയിം ഇൻഡസ്ട്രിയുടെ കീഴിൽ പല ടൈപ്പിലുള്ള ഫേംസ് ഉണ്ടാവാം, ബിസിനസ് യൂണിറ്റ് ഉണ്ടാവാം, മാനുഫാക്ചറിങ് കൺസേൺസ് ഉണ്ടാവാം, പല ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വരെ ഉണ്ടാവാം. ഓക്കെ, അവരെല്ലാവരും കൂടിയിട്ട് ഒരു കോമൺ ആയിട്ടുള്ളൊരു കോസ്റ്റിംഗ് സിസ്റ്റം അവിടെ യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് ടെക്നിക്ക് ഉണ്ടാവാം, മെത്തേഡ്സ്, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്, കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, ഇതിലൊക്കെ ഒരു യൂണിഫോമിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് അവർ എല്ലാവരും ഒരു കോമൺ ആയിട്ടുള്ളൊരു കോസ്റ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം കമ്പാരിസൺ കുറച്ചും കൂടി എളുപ്പമാക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഏതൊക്കെ അണ്ടർടേക്കിങ്സാണ് കൂടുതൽ പെർഫോം ചെയ്യണത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. സ്കോപ്പ് ഓഫ് യൂണിഫോം കോസ്റ്റിംഗ്. യൂണിഫോം കോസ്റ്റിംഗ് എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഒരു കമ്പനിക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട് അല്ലെങ്കിൽ കുറേ യൂണിറ്റ്സ് ഉണ്ട്, മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ യൂണിഫോം കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു സിറ്റുവേഷൻ. സെക്കൻഡ് സിറ്റുവേഷൻ, ഇപ്പോൾ സെയിം ഇൻഡസ്ട്രിയുടെ കീഴിൽ പല ടൈപ്പിലുള്ള ഒരു കുറേ കമ്പനീസ് ഉണ്ടെന്ന് വെച്ചോ, കൺസേൺസ് ഉണ്ടെങ്കിൽ അവിടെയും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ സിറ്റുവേഷൻ 3, ഇപ്പോൾ സിമിലർ ഇൻഡസ്ട്രീസ് ഉണ്ട്, സിമിലർ നേച്ചറുള്ള ഇൻഡസ്ട്രിയുടെ കീഴിൽ പല 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 കമ്പനീസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഈ യൂണിഫോം കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ നീഡ് ഫോർ യൂണിഫോം കോസ്റ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ, സെയിം ഇൻഡസ്ട്രിയുടെ കീഴിലായിരിക്കും പല പല ഫേംസ് ഉണ്ടാവും, പല പല യൂണിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ പല പല യൂണിറ്റ്സ് ഡിഫറെൻറ്റ് കോസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, പ്രിൻസിപ്പിൾസൊക്കെ ആയിരിക്കും യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു യൂണിഫോമിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺ ആയിട്ടുള്ള കോസ്റ്റ് സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണത്, അല്ലേ? പക്ഷേ ചില കേസിലൊന്നും നമുക്ക് യൂണിഫോം കോസ്റ്റിംഗ് ചിലപ്പോൾ ആപ്ലിക്കബിൾ ആവാൻ പറ്റില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് ഇനി പറയാൻ പോണത്. ഫസ്റ്റ് വൺ, സൈസ് ഓഫ് ദ ബിസിനസ്. അതായത് ചിലപ്പോൾ ഒരു ഫേം വേറൊരു ഫേമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സൈസും ടൈപ്പൊക്കെ ചിലപ്പോൾ എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പേഴ്സ്, സൈസസ്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം കംപ്ലീറ്റ്ലി എൻ്റെ ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് യൂണിഫോം കോസ്റ്റിംഗ് സിസ്റ്റം നമുക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഞാൻ അടുത്തത് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷനാണ്. അതായത് ഇപ്പോൾ ഒരു ഫേം ചിലപ്പോൾ പല ടൈപ്പിലുള്ള മെഷീൻസ്, പ്ലാന്റ്, ഇക്വിപ്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യണത്. വേറൊരു ഫേം ചിലപ്പോൾ ഇതൊന്നും അത്ര യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ആ ഫേം ലേബർ ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ കോസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ എന്താ, നമുക്ക് യൂണിഫോം കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അല്ലേ? ആ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് യൂണിഫോം കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. ഇനി അടുത്ത പോയിൻ്റാണ് മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് അപ്ലൈഡ്. അതായത് ഓരോ ഫേംസും പല രീതിയിലായിരിക്കും ഒരു എക്സ്പെൻഡിച്ചേഴ്സിന് അല്ലെങ്കിൽ ഇൻകത്തെയൊക്കെ പല ട്രീറ്റ്മെൻറ്റ് വഴിയായിരിക്കും അവരത് ബുക്കിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെയൊക്കെ ഡിഫറൻസ് വരുമ്പോഴും നമുക്കവിടെ യൂണിഫോം കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ സിമിലർ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണ ഫേംസ് ആയിരിക്കാം, പക്ഷേ ഒരു ഫേം യൂസ് ചെയ്യണ മെത്തേഡ് ആയിരിക്കില്ല വേറൊരു ഫേം യൂസ് ചെയ്യണത്. ചിലപ്പോൾ അവരുടെ പ്രിൻസിപ്പിൾ ആയിരിക്കില്ല മറ്റേ ഫേമിൻ്റെ പ്രിൻസിപ്പിൾസ്. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് വരുമ്പോഴും നമുക്കവിടെ യൂണിഫോം കോസ്റ്റിംഗ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മെസ്സേജ് ഫോർ ഇൻസ്റ്റാളേഷൻ ഓഫ് യൂണിഫോം കോസ്റ്റിംഗ് സിസ്റ്റം. അതായത് യൂണിഫോം കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണക്കാലം മുമ്പ് ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ ഫേംസ് ഉണ്ടാവില്ല, അവർ എന്തൊക്കെ ചെയ്യണമെന്ന്. ആദ്യമേ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ ഫേംസിൻ്റെ ഇടയിൽ ഒരു വിശ്വാസവും കോപ്പറേഷനും ഉണ്ടായിരിക്കണം. പിന്നെ ഐഡിയാസ്, മെത്തേഡ്സ്, പോളിസീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് കൈമാറണം. പിന്നെ ഫേംസിൻ്റെ ഇടയിൽ ചിലപ്പോൾ വലിയ ഫേംസും ചെറിയ ഫേംസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ വലിയ ഫേംസ് യൂസ് ചെയ്യണ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻസ് ഉണ്ടാവും, ടെക്നിക്സ് ഉണ്ടാവും. അതൊക്കെ സ്മോളർ ഫേംസായിട്ട് ഷെയർ ചെയ്യണം.
പിന്നെ ഫേംസിൻ്റെ ഇടയിൽ യാതൊരു സീക്രസി പാടില്ല. എല്ലാ ഇൻഫോർമേഷൻസും ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. പിന്നെ ഈ ഫേംസിൻ്റെ ഇടയിൽ യാതൊരു പ്രശ്നങ്ങളോ ഒരു ജലസ് ഫീലിങ്ങോ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പോ ഉണ്ടാവരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത്. അടുത്തത് ഫീൽഡ്സ് കവേർഡ് ബൈ യൂണിഫോം കോസ്റ്റിംഗ്. അതായത് യൂണിഫോം കോസ്റ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഏരിയാസിലൊക്കെ നമ്മളത് അപ്ലൈ ചെയ്യും. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ കോസ്റ്റ് യൂണിറ്റ്സ്, കോസ്റ്റ് സെൻറ്റേഴ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യും. അതുപോലെ കോസ്റ്റിംഗ് മെത്തേഡിൽ, അതുപോലെ കോസ്റ്റിംഗ് ടെക്നിക്കിൽ, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിസിൽ, പിന്നെ കോസ്റ്റ് അലോക്കേഷൻസ്, പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്, വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്, പിന്നെ സ്പോയിലേജ്, ഡിഫക്റ്റീവ് വർക്ക്, അതിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സുകളുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ യൂണിഫോം കോസ്റ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് ഓവർ ടൈം അക്കൗണ്ടിങ്. ഓക്കെ, പിന്നെ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യും. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, കോഡിംഗ് ഓഫ് അക്കൗണ്ട്സ്, പിന്നെ റെക്കോർഡിംഗ് ഓഫ് അക്കൗണ്ട്സ്, അവിടെയൊക്കെ നമ്മൾ യൂണിഫോം കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളത്. അഡ്വാൻറ്റേജസ് ഓഫ് യൂണിഫോം കോസ്റ്റിംഗ്. അപ്പോൾ എല്ലാവരും സെയിം കോസ്റ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യണ കാരണം നമുക്ക് എളുപ്പത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഫേംസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസസ്, അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ, അതിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ഇതൊരു കൺട്രോളിങ് ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഓരോ ഫേംസിൻ്റെ ഡാറ്റ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓരോ ഫേംസിൻ്റെ വീക്ക് ഏരിയാസ് ഉണ്ടാവും. അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പ്രൈസിങ് പോളിസി, ആ ഒരു പ്രോസസ്സിനെ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആക്കാൻ പറ്റും. പിന്നെ കോസ്റ്റ് കോൺഷ്യസ്നെസ്, കോസ്റ്റ് പ്രസൻറ്റേഷൻ, ഇതിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും. പിന്നെ പല പല ഫേംസ് നന്നായി കഴിഞ്ഞാൽ ആ മൊത്തത്തിലുള്ള ഇൻഡസ്ട്രി നന്നാവും. ഓരോരോ ഇൻഡസ്ട്രീസ് നന്നായി കഴിഞ്ഞാൽ രാജ്യം നന്നാവും. ഓക്കെ, പിന്നെ ഈ ഇൻഡസ്ട്രീസ് കറക്റ്റ് സമയത്തിന് കറക്റ്റായിട്ടുള്ള ഡാറ്റാസ് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യാനും സഹായിക്കും. പിന്നെ കോസ്റ്റ് ഓഡിറ്റിനെ ഇത് സഹായിക്കും. ഇൻ്റർഫേം കമ്പാരിസൺ അതിനെ സഹായിക്കും ഇത്. അതുപോലെ തന്നെ വേജസ്, അതായത് മിനിമം വേജസ് ഫിക്സ് ചെയ്യാനായിട്ട് ഈ യൂണിഫോം കോസ്റ്റിംഗ് സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് യൂണിഫോം കോസ്റ്റിംഗ്. ലിമിറ്റേഷൻസ് ഓഫ് യൂണിഫോം കോസ്റ്റിംഗ്. അപ്പോൾ യൂണിഫോം കോസ്റ്റിംഗ് വന്നേക്കാളും മുമ്പ് ഓരോ യൂണിറ്റ്സും അവരുടേതായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സും ഒക്കെയാണ് അവർ യൂസ് ചെയ്യണത്. അപ്പോൾ യൂണിഫോം കോസ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മെത്തേഡ്സ് ഇഗ്നോർ ചെയ്തിട്ട് കോമൺ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാനായിട്ട് നിർബന്ധിക്കും. ഓക്കെ, സെക്കൻഡ് വൺ, ചെറിയ യൂണിറ്റിനെ സംബന്ധിച്ച് യൂണിഫോം കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ വലിയ ചിലവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ യൂണിഫോം കോസ്റ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിനേക്കാളും കൂടുതൽ ചിലപ്പോൾ അവർക്ക് എക്സ്പെൻസ് ആയിരിക്കും. പിന്നെ യൂണിഫോം കോസ്റ്റിംഗ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ തന്നെ ഒരു മോണോപോളിസ്റ്റിക് സിറ്റുവേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഫോർത്ത് വൺ, ഫേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യുമല്ലോ, ഇൻഫോർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളായിട്ട് ഷെയർ ചെയ്യും. അങ്ങനത്തെ എഗ്രിമെൻറ്റൊക്കെ ഇവർ മ്യൂച്വലായിട്ട് ഒപ്പിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചില ഇൻഫോർമേഷൻസ് ഒന്നും ഇവർ ഷെയർ ചെയ്യില്ല, പ്രൈവസീനെ പേടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രസൻറ്റ് ചെയ്തേക്കണ ഫിഗേഴ്സിൽ വ്യത്യാസങ്ങൾ വരാം. അത് ശരിയാവണമെന്നില്ല എപ്പോഴും. ഓക്കെ.